ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസിക്കൽ മെത്തേഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ക്ലാസിക്കൽ മെത്തേഡിൽ പറഞ്ഞിരുന്നു, അവിടെ ക്ലാസിക്കലായിട്ടുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൈട്രേഷൻ, അല്ലെങ്കിൽ അവിടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതേസമയം നമ്മൾ മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്കിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് അനാലിസിസിനെയാണ് നമ്മൾ മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാമേ. ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ഗ്രാവിമെട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ടൈട്രിമെട്രി പോലുള്ള മെത്തേഡ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആയിട്ടുള്ള ക്രോമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി, മോളിക്കുലാർ ബയോളജി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ശൃംഖലയാണ് എന്തെന്ന് പറയുന്നത് മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മുടെ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ സ്പെക്ക് അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോമെട്രി അങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കുറച്ചും കൂടെ റാപ്പിഡായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും, ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. മറ്റേത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് റാപ്പിഡായിട്ട് റിസൾട്ട് കിട്ടും, ആക്യുറേറ്റ് ആയിരിക്കും, പിന്നെ സെൻസിറ്റീവ് അനാലിസിസ് ആയിരിക്കും. മറ്റേടത്ത് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ റിസൾട്ട് അത്ര സെൻസിറ്റീവ് ആയിരിക്കത്തില്ല. ഇവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ, ഫുഡിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടെ ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് മോഡേൺ അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നു. ഒതൻറ്റിസിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിലൊക്കെ തന്നെ വലിയൊരു പങ്ക് ഈ ഒരു മോഡേൺ അനലിറ്റിക്കൽ ടെക്നിക്സ് ചെലുത്തുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ് ഇനി മോഡേൺ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് മെത്തേഡാണ് ക്രോമാറ്റോഗ്രഫി. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രോമാറ്റോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. എങ്ങനെയാണ് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു ഫുഡ് സാമ്പിളിലുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ ഡിഫറൻസിൻ്റെ ബേസിസിൽ? അതിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഒരു പർട്ടിക്കുലർ അനലൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫേസും ഉണ്ടായിരിക്കും. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് മേ ബി സോളിഡ് ഓർ ലിക്വിഡ്, ഒരു ഈ സോളിഡും ലിക്വിഡും കൂടെ ഒരു സ്റ്റേഷനറി സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു സോളിഡ് സപ്പോർട്ടിൽ വെച്ചിട്ടുള്ളതിനെ നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ക്രോമാറ്റോഗ്രഫിയിൽ എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫേസ് ഉണ്ടായിരിക്കും. അത് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ് തന്നെ പഠിക്കാനുണ്ടായിരിക്കും. ഞാനിപ്പോൾ മോഡേൺ മെത്തേഡ്സ് ഏതൊക്കെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് സെപ്പറേഷനാണ് അല്ലേ, കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ പ്രോസസ്സാണ് അതെന്ന് പറയുന്നത്. ഇതിലൊരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫേസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഡിഫറെൻറ്റ് കമ്പോണൻസ് മൂവ്സ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ അഫിനിറ്റി ഫോർ ഈച്ച് ഫേസ് അല്ലേ. പല കമ്പോണൻസും പല സ്പീഡിലും പല അതിന് ആ ഒരു ഫേസുമായിട്ട്, മൊബൈൽ ഫേസുമായിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസുമായിട്ടുള്ള ഒരു അഫിനിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത് കേട്ടോ. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ആണുള്ളത്? പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഇവിടുത്തെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് പേപ്പറാണ്, സെല്ലുലോസ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്സ്മാൻ ഫിൽറ്റർ പേപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സിമ്പിൾ സെപ്പറേഷൻ മെത്തേഡാണ്. പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. ഇവിടെ മൊബൈൽ ഫേസ് ലിക്വിഡാണ്. സ്റ്റേഷനറി ഫേസ് എന്താണ്? സിലിക്ക ഓർ അലൂമിന ഓൺ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് സപ്പോർട്ടിൽ അല്ലെ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഈ സിലിക്ക അല്ലെങ്കിൽ അലൂമിന കോട്ട് ചെയ്തിരിക്കുകയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ മോണിറ്ററിങ് റിയാക്ഷൻസ്, ഡ്രഗ് അനാലിസിസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ്
കോളം ക്രൊമാറ്റോഗ്രഫി. കോളം ക്രൊമാറ്റോഗ്രഫി നമ്മൾ എന്തിനൊക്കെയാണ്, അല്ലെങ്കിൽ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് എന്താണ്, ലിക്വിഡാണ്. അതിൻ്റെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സിലിക്ക അല്ലെങ്കിൽ അലൂമിന ഇൻ കോളമായിരിക്കും. ഒരു കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും ഈ സിലിക്ക അലൂമിനിയൊക്കെ നിറച്ചിട്ടുള്ളത്. മറ്റേതൊരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിരിക്കുകയായിരിക്കും ഒരു തിൻ ലെയറായിട്ട്. അതേസമയം കോളം ക്രൊമാറ്റോഗ്രഫിയിലോട്ട് വരുമ്പോൾ ഒരു കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും നിറച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ കമ്പോണൻസിൻ്റെയൊക്കെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഇവിടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും. ഹീലിയം അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെ ആയിരിക്കും മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസ് ആയിട്ട് എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്, കാപ്പിലറി ട്യൂബ്സിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്തിരിക്കുകയായിരിക്കും സ്റ്റേഷനറി ഫേസ് കേട്ടോ. ഇതിൽ കാപ്പിലറി ട്യൂബ്സ് ആണുള്ളത്, അത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ആ കാപ്പിലറി ട്യൂബിൻ്റെ വാളിലേക്ക് കോട്ട് ചെയ്തിരിക്കുകയായിരിക്കും എന്താ സ്റ്റേഷനറി ഫേസ് കേട്ടോ. ഇത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഏതാണ്, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി HPLC. ഇവിടെ മൊബൈൽ ഫേസ് എന്താണ്, ലിക്വിഡാണ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് പാക്ഡ് കോളമാണ്. ഡ്രഗിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, ഫുഡ് അനാലിസിസിന് വേണ്ടിയിട്ട്, ബയോളജിക്കൽ സാമ്പിളിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി. മൊബൈൽ ഫേസ് ലിക്വിഡാണ്. സ്റ്റേഷനറി ഫേസ് എന്താണ്, അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻ അനാലിസിസിന് വേണ്ടിയിട്ട്, അമിനോ ആസിഡ് അനാലിസിസ്, വാട്ടർ സോഫ്റ്റനിങ്ങിൻ്റെ അനാലിസിസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ വാട്ടർ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അടുത്തയാണ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി. ഇവിടെ മൊബൈൽ ഫേസ് എന്താണ്, ലിക്വിഡ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിഗാൻസ് ആണ്, സോളിഡ് സപ്പോർട്ടാണ്. സോളിഡ് സപ്പോർട്ടിൽ ലിഗാൻസ് സപ്പോർട്ട് ചെയ്തിരിക്കുകയായിരിക്കും. പ്രോട്ടീൻ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സൈസ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ജെൽ ഫിൽട്രേഷൻ ക്രൊമാറ്റോഗ്രഫി. ഇവിടെ മൊബൈൽ ഫേസ് ലിക്വിഡ് ആയിരിക്കും. പോറസ് ബീഡ്സ് ആയിരിക്കും ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ളത്. സെപ്പറേറ്റഡ് ബൈ മോളിക്കുലാർ സൈസിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫി ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് ക്രൊമാറ്റോഗ്രഫിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് നമുക്ക് നോക്കാം. RF വാല്യൂ. എന്താണ് RF വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കോമ്പൗണ്ട് ടു സൊല്യൂഷൻ. ഒരു കോമ്പൗണ്ട് സൊല്യൂഷന് അനുസൃതമായിട്ട് എന്തോരം ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് RF വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ റേഷ്യോ, എന്തിൻ്റെ റേഷ്യോ ആണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കോമ്പൗണ്ട് ടു സോൾവെൻ്റ് അല്ലേ. സോൾവെൻറ്റും കോമ്പൗണ്ട്, നമ്മൾ എന്താണ്, ഒരു പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ സോൾവെൻറ്റിലേക്ക് പേപ്പർ മുക്കി വെക്കുന്നു. ആ പേപ്പറിലായിരിക്കും നമ്മൾ സാമ്പിൾ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൊബൈൽ ഫേസും വഹിച്ചുകൊണ്ട് മൊബൈൽ ഫേസ് ഇങ്ങനെ കയറി വരും മുകളിലേക്ക്. അപ്പോൾ ആ സാമ്പിളിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ സാമ്പിളിനെയും കൊണ്ട് മൊബൈൽ ഫേസ് എന്തോരം ദൂരം പോകുന്നു, ആ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിനെയാണ് RF വാല്യൂ എന്ന് പറയുന്നത്. ഇനി റിട്ടൻഷൻ ടൈം അടുത്ത ടൈമാണ്. എന്താണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്? ടൈം എ കോമ്പൗണ്ട് ടേക്ക് ടു എലൂട്ട്. ഒരു കോമ്പൗണ്ട് എലൂട്ടഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഫേസിൽ നിന്ന് അതിനെ വിട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം, അതിനെയാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിലും HPLCയിലുമാണുള്ളത് കേട്ടോ. റിട്ടൻഷൻ ടൈം, the time compound take to elute ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൈമിനെയാണ് റിട്ടൻഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്ത റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെഷർ ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പീക്സ്. നമുക്ക് ക്രൊമാറ്റോഗ്രഫിയിൽ ഇങ്ങനെ ഗ്രാഫ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പീക്കുകൾ ഇടയിലുള്ള ആ ഒരു സെപ്പറേഷനാണ് എന്ത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സെലക്ടിവിറ്റി, റേഷ്യോ ഓഫ് റിട്ടൻഷൻ ഫാക്ടർ ബിറ്റ്വീൻ ടു സൊല്യൂട്ട്. രണ്ട് സൊല്യൂട്ടുകൾക്കിടയിലുള്ള റിട്ടൻഷൻ ഫാക്ടറുകളുടെ റേഷ്യോനെയാണ് സെലക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത എന്താണ്, തിയററ്റിക്കൽ പ്ലേറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് സെപ്പറേഷനെയാണ് തിയററ്റിക്കൽ പ്ലേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ തിയററ്റിക്കൽ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഹയർ ആണെങ്കിൽ ബെറ്റർ സെപ്പറേഷൻ അവിടെ നടന്നെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ഒരു ടൈമാണ് മൊബൈൽ ഫേസ് എന്താണ്, ദ ഫേസ് ദാറ്റ് മൂവ് ചെയ്യുന്ന ഫേസിനെയാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. സോൾവെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കാരിയർ ഗ്യാസ് ആയിരിക്കും അവിടെ മൊബൈൽ ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത എന്താണ്, സ്റ്റേഷനറി ഫേസ്. ഫേസ് ദാറ്റ് റിമെയിൻ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. സോളിഡ് ഓർ കോട്ടഡ് സർഫസ് ആയിരിക്കും
സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തതിൻ്റെ ആപ്ലിക്കേഷൻ, ക്രൊമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ്? പെസ്റ്റിസൈഡ് റെസിഡ്യൂവിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HPLC GC യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡ്രഗ് പ്യൂരിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും HPLC യൂസ് ചെയ്യാറുണ്ട്. ദെൻ ബ്ലഡ് യൂറിൻ അനാലിസിസിന് വേണ്ടിയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയും കപ്പിൾഡ് വിത്ത് മാസ് സ്പെക്ട്രോമെട്രി യൂസ് ചെയ്യാറുണ്ട്, സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻ മോണിറ്ററിങ്, നമ്മുടെ അന്തരീക്ഷത്തിലെ വായു മലിനീകരണമൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. ദെൻ പ്രോട്ടീൻ ആൻഡ് എൻസൈം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത മോഡേൺ മെത്തേഡ് ഏതാണ്? സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is the study how matter interact with the electromagnetic radiation. മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ഷനിൽ വരുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്ന ഒരു മേഖലനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ദ സ്റ്റഡി ഹൗ മാറ്റർ ഇൻട്രാക്ട്സ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ സബ്സ്റ്റൻസസ് ബൈ മെഷറിംഗ് ദ അബ്സോർപ്ഷൻ, എമിഷൻ ഓർ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അറ്റ് സ്പെസിഫിക് വേവ് ലെങ്തോ. സ്പെസിഫിക് വേവ് ലെങ്തിൽ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എമിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്കാറ്ററിംഗ് ഒക്കെ മെഷർ ചെയ്തുകൊണ്ട് ഒരു സബ്സ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഏതൊക്കെ സ്പെക്ട്രോസ്കോപ്പിയാണ് മെയിനായിട്ടുള്ളത്? UV വിസിബിൾ, ഇൻഫ്രാറെഡ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, ദെൻ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? UV വിസിബിൾ, ഇൻഫ്രാറെഡ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. ഇതെന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ തന്നെ ഒരു ഫുഡ് കമ്പോണൻറ്റിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ പറ്റിയിട്ട്, സ്ട്രക്ചറിനെ പറ്റിയിട്ടും ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന UV വിസിബിൾ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്പെക്ട്രോസ്കോപ്പിയാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി. ഇതെന്താണ്? കപ്പിൾഡ് വിത്ത് ക്രൊമാറ്റോഗ്രഫി. ഈ മാസ് സ്പെക്ട്രോമെട്രി എപ്പോഴും നമ്മുടെ ക്രൊമാറ്റോഗ്രഫിയായിട്ട് കപ്പിൾ ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഫുഡിൻ്റെ അകത്തുള്ള വേരിയസ് കമ്പോണൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി. ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്പ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? അബ്സോർപ്ഷൻ ആണ്. ഇവിടെ ഏതൊക്കെ റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? അൾട്രാവയലറ്റും വിസിബിൾ ലൈറ്റും. ദെൻ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ? കളറൻസിനെയും വൈറ്റമിൻസിനെയും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. ഇതിവിടെ എന്താണ് പ്രിൻസിപ്പിൾ? അബ്സോർപ്ഷൻ ഓഫ് വൈബ്രേഷണൽ എനർജി. വൈബ്രേഷണൽ എനർജീൻ്റെ അബ്സോർപ്ഷനാണ് ഇവിടെ നടക്കുന്നത്. റേഡിയേഷൻ ഏതാണ്? ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അടുത്ത ഫ്ലൂറസെൻറ്റ് സ്പെക്ട്രോസ്കോപ്പി. എമിഷൻ ആഫ്റ്റർ എക്സൈറ്റേഷൻ. ഒരു കോമ്പൗണ്ട് എക്സൈറ്റേഷനിലെത്തി എന്നിട്ട് അവിടെ നിന്ന് വരുന്ന എമിഷനെയാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്. UV ഓർ വിസിബിൾ റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നത്. ട്രേസ് കോമ്പോണൻസിനെയും അഫ്ലാടോക്സിൻസിനെയൊക്കെ ട്രേസ് കമ്പോണൻ്റ് ആയിട്ടുള്ള അഫ്ലാടോക്സിൻ പോലുള്ള ടോക്സിൻസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് ഫ്ലൂറസെൻറ്റ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അടുത്ത രാമൻ സ്പെക്ട്രോസ്കോപ്പി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലേസർ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഫിംഗർ പ്രിൻറ്റിങ്. ഒരു കോമ്പോണൻറ്റിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത പോലെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി, AS. ഇവിടെ അബ്സോർഷൻ ബൈ ഫ്രീ ആറ്റംസ് ആണ് ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ. ഇവിടെ ഏതൊക്കെ റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നത്? UV വിസിബിൾ ആണ്. മെറ്റൽ അനാലിസിസ്, ലെഡ്, കാഡ്മിയം, അയൺ പോലുള്ള മെറ്റലിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്താണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. എമിഷൻ ഫ്രം എക്സൈറ്റഡ് ആറ്റം. എക്സൈറ്റഡ് ആറ്റം, ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്നു, അവിടുന്ന് വരുന്ന എമിഷനെയാണത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഫ്ലെയിം അല്ലെങ്കിൽ പ്ലാസ്മയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിനറൽ കണ്ടന്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് AES അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് കേട്ടോ. AS എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മെറ്റൽ അനാലിസിസിന് വേണ്ടിയിട്ട്. പിന്നെ
AES മിനറൽ കണ്ടന്റ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി NMR സ്പെക്ട്രോസ്കോപ്പി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ഒരു ന്യൂക്ലിയയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്താണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ദെൻ റേഡിയോ ഫ്രീക്വൻസിയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ. ദെൻ സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അടുത്ത മാസ് സ്പെക്ട്രോമെട്രി, മാസ് ടു ചാർജ് റേഷ്യോ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ റേഡിയേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആക്യുറേറ്റ് മാസ് ആൻഡ് മോളിക്കുലാർ ഫോർമുല ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ് സ്പെക്ട്രോമെട്രി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ടൈപ്പ് ഓഫ് സ്പെക്ട്രോമെട്രികളാണ് ഉള്ളത്, അല്ലെ സ്പെക്ട്രോസ്കോപ്പി ഇത്രയും ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു സ്പെക്ട്രോസ്കോപ്പിയുടെ ടൈപ്പ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി, രാമൻ സ്പെക്ട്രോസ്കോപ്പി, ദെൻ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് മാസ് സ്പെക്ട്രോമെട്രി. ഓക്കെ, ഇനി എന്തൊക്കെ കോൺസെപ്റ്റാണ് എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പറഞ്ഞ എല്ലാ സ്പെക്ട്രോമെട്രിക് ടെക്നിക്സിൽ ഈ പറയുന്ന ടേംസും അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസെപ്റ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 വേവ് പീക്സ്, 2 വേവ് പീക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ അബ്സോർബൻസ്, ദ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർവ് ചെയ്ത ലൈറ്റിൻ്റെ എമൗണ്ടിനെയാണ് അബ്സോർബൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിറ്റൻസ്, എമൗണ്ട് ഓഫ് ലൈറ്റ് പാസ്ഡ് ത്രൂ എ സാമ്പിൾ, ഒരു സാമ്പിൾ കൂടെ പാസ് ചെയ്ത ലൈറ്റിൻ്റെ എമൗണ്ടാണ് ട്രാൻസ്മിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എമിഷൻ എന്താണ്? ലൈറ്റ് റിലീസ്ഡ് ബൈ എക്സൈറ്റഡ് ആറ്റം ഓർ മോളിക്യൂൾസ്, എക്സൈറ്റഡ് ആറ്റം റിലീസ് ചെയ്യുന്ന ലൈറ്റ്, അതിനെയാണ് എമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സൈറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അബ്സോർബിങ് എനർജി ടു മൂവ് ടു എ ഹയർ സ്റ്റേറ്റ്, ഒരു ആറ്റം എനർജീനെ അബ്സോർബ് ചെയ്തത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സൈറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്പെക്ട്രോസ്കോപ്പിയുടെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ബിയർ ലാംബേർട്സ് ലോ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബിയർ ലാംബേർട്സ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A=εcl ആണ്. വെയർ A എന്ന് പറയുന്നത് എന്താണ്? അബ്സോർബൻസ്, അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് മോളിക്കുലാർ അബ്സോർപ്റ്റിവിറ്റി, C കോൺസെൻട്രേഷൻ ആണ്, L പാത്ത് ലെങ്ത് ആണ് കേട്ടോ. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലും AS-ലും ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ബിയർ ലാംബേർട്സ് ലോ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഫുഡിലുള്ള എന്തൊക്കെ ആപ്ലിക്കേഷനാണുള്ളത്? അഡൾട്രൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FTIR-ഉം NIR-ഉം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് B2ൻ്റെ A ഒക്കെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് UV വിസിബിൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മിനറൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, അത് AS-ഉം ICP OES-ഉം. ദെൻ മൈക്കോടോക്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഫ്ലൂറസെൻസും LC-MS-ഉം യൂസ് ചെയ്യാറുണ്ട്. ദെൻ ലിപ്പിഡ് ഓക്സിഡേഷന് വേണ്ടിയിട്ട് IR യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് NMR-ഉം FTIR-ഉം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് സയൻസിൽ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻ. അടുത്ത മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബയോളജിക്കൽ പ്രോസസ് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. മോളിക്കുലാർ ലെവലിൽ ബയോളജിക്കൽ പ്രോസസ്സിനെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ശൃംഖലയ്ക്കാണ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്? DNA, RNA, പ്രോട്ടീന്, അതിൻ്റെയൊക്കെ ഇൻട്രാക്ഷൻസ് ഒക്കെയാണ് ഈ മോളിക്കുലാർ ബയോളജിയിൽ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR-ഉം അതുപോലെ തന്നെ മോളിക്കുലാർ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്ത് ജെനറ്റിക് മെറ്റീരിയൽസ്, ഫുഡിൻ്റെ അകത്തുള്ള ജെനറ്റിക് മെറ്റീരിയൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടും ട്രേസബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ പോളിമറൈസ് ചെയിൻ റിയാക്ഷനും മോളിക്കുലാർ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ യൂസ് ചെയ്ത് ഫുഡിൻ്റെ അകത്തുള്ള ജെനറ്റിക് മെറ്റീരിയൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി DNA-യുടെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനും എന്താണ്? ഡബിൾ ഹെലിക്സ് മോഡലാണ് DNA എന്ന് പറയുന്നത്. വാട്സൺ ആൻഡ് ക്രിക്കാണ് ഇത് കണ്ടുപിടിച്ചത്. 1953 ഇത് കണ്ടുപിടിച്ചത്. DNA-ക്കകത്ത് എന്തൊക്കെയുണ്ട്? കമ്പോസ്റ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അല്ലേ, ന്യൂക്ലിയോടൈഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് DNA. ഏതൊക്കെയാണ് ആ ന്യൂക്ലിയോടൈഡ്? അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലേ. ഇങ്ങനെയുള്ള 4
എന്താണ് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. എ പെയർ വിത്ത് ടി, ജി പെയർ വിത്ത് സി. ഇങ്ങനെ എ എന്തുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? ടിയുമായിട്ടും, എന്ന് വെച്ചാൽ അഡിനിൻ പെയർ വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ കേട്ടോ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടും പെയർ ചെയ്തായിരിക്കും ആ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ. DNA ക്യാരീസ് ജെനറ്റിക് ഇൻസ്ട്രക്ഷൻസ്. DNA ആണ് നമ്മുടെ ജെനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ക്യാരി ചെയ്യുന്ന കാര്യം. നമ്മുടെ ജെനറ്റിക്സ് ക്യാരി ചെയ്യുന്ന എന്താണ്? DNA ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.